വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥ നീർനാഗം. ശബ്ദം മനോജ് പുളിമാത്ത്. എനിക്ക് 6-7 വയസ്സുള്ളപ്പോഴത്തെ കഥയാണ്. ഞങ്ങളുടെ നാട്ടിൽ പാമ്പിനെ കൊല്ലുന്ന ഒരു ബമ്പനുണ്ടായിരുന്നു. ഏതു ഭയങ്കര മൂർഖനോടും അദ്ദേഹം എതിരിടും. അദ്ദേഹത്തെപ്പോലെ ഒരു ബമ്പനാകണമെന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യം എതിരിട്ടത് ഒരു നീർനാഗത്തോടാണ്. ഞാനീ പറയുന്ന നീർനാഗം വളരെ പാവപ്പെട്ടതാണ്. ഒരു 2 അടി നീളം, ചെറുവിരലിൻ്റെ അത്ര വണ്ണം. തോട്ടിൽ ആമ്പലിൻ്റെ അടുത്ത് അങ്ങനെ തലനീട്ടിയിരിക്കുകയാണ്. ചെറിയ വല്ല പരലും പോവുകയാണെങ്കിൽ പിടിക്കാം. നീർക്കോലി എന്നാണ് മൂപ്പരുടെ പേര്. ഞാൻ വലിയ ഒരു പച്ച ഈർക്കിലെടുത്ത് അറ്റത്തൊരു കുടുക്കുണ്ടാക്കി. എന്നിട്ട് സാവധാനം, വളരെ സാവധാനം അവൻ്റെ കഴുത്തിനു വച്ച് ചിണുക്കി ഒരു വലി. ദാ നീർനാഗം ഈർക്കിലിൻ്റെ തുമ്പിൽ തൂങ്ങുന്നു. അവനെയും വഹിച്ചുകൊണ്ട് അടുത്തുള്ള പല വീടുകളിലും കയറിയിറങ്ങി സമപ്രായക്കാരും അതിൽ കുറഞ്ഞവരുമായ വളരെ ശിഷ്യന്മാരെയും ശിഷ്യകളെയും സമ്പാദിച്ചു. നേരമുച്ചയായി, വിശപ്പ് തോന്നി തുടങ്ങി. നീർനാഗത്തെയും കൊണ്ട് ഞാൻ വീട്ടിലെത്തി. വരാന്തയുടെ വിരിയുടെ ഇടയിൽ നീർനാഗത്തെ തൂക്കിയിട്ടു. അതിൻ്റെ അടുത്തു തന്നെ 2-3 ചൂരൽ വടികൾ തിരുകിയിട്ടുണ്ട്. പ്രായം അനുസരിച്ചുള്ള മുഴുപ്പുകളുണ്ട് അതിന്. വലുത് എന്നെ അടിക്കാൻ. ഈ വടികളെല്ലാം തരാതരം പോലെ കുടയത്തൂർ മലയിൽ നിന്നും എൻ്റെ ബാപ്പ കൊണ്ടുവന്നതാണ്. തടിക്കച്ചവടക്കാരനാണ് ബാപ്പ. ഞാൻ അടുക്കള വശത്ത് ചെന്നപ്പോൾ ഉമ്മ കൂട്ടാൻ താളിക്കുകയോ കടുവറുക്കുകയോ ചെയ്യുകയാണ്. ഊണിന് ലേശം താമസമുണ്ട്. ഞാൻ അയൽപ്പക്കത്ത് ചെന്ന് ശിഷ്യഗണങ്ങളുമായി വർത്തമാനം പറഞ്ഞു. ഒരു ശിഷ്യൻ്റെ കയ്യിൽ നിന്നും പകുതി തേങ്ങാപ്പൂള് വാങ്ങിച്ച് തിന്നു. അപ്പോൾ ബാപ്പയുടെ കഠോരമായ വിളി. എടാ ഓ എന്ന് ഞാൻ വിളി കേട്ടു. എന്നിട്ട് വീട്ടിൽ ചെന്നു. അവിടെ ഒരു സംഭവം നടന്നു കഴിഞ്ഞിരുന്നു. ഉച്ചനമസ്കാരത്തിന് ബാപ്പ നിസ്കാരപ്പായ വിരിച്ചു, കാല് കഴുകി അതിൽ കയറി നീണ്ടു നിവർന്നു നിന്നു. അല്ലാഹു അക്ബർ എന്ന് കൈകൾ രണ്ടും ഉയർത്തി നെഞ്ചത്ത് കെട്ടാൻ പോകുമ്പോൾ ദാ കിടക്കുന്നു നേരെ കൺമുൻപിൽ ഒരു നീർനാഗം. ബാപ്പ നമസ്കാരം പൂർത്തിയാക്കി. സാധാരണയായി എന്തെങ്കിലും പ്രാർത്ഥനയ്ക്കിടയ്ക്കുണ്ടായാൽ അത് വകവയ്ക്കാറില്ല. പഴയ കാലങ്ങളിൽ യുദ്ധത്തിൽ അമ്പേറ്റാൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് മറ്റുള്ളവർ അത് വലിച്ചു ഊരുന്നത്. എടീ ബാപ്പ വിളിച്ചു. എന്താണ്? ഉമ്മ വിളി കേട്ടുകൊണ്ട് വന്നു. ബാപ്പ ചൂണ്ടിക്കാണിച്ചു. എന്താണടി അത്? ഒരു നീർക്കോലിക്കുഞ്ഞാണ്. എന്നാൽ കൊണ്ടുപോയി നീ മുല കൊടുത്ത് വളർത്തിക്കോ. ഞാനെന്തിനാ മുല കൊടുത്ത് വളർത്തുന്നത്? ഞാൻ പെറ്റതാണോ? ഉമ്മ പെറ്റതല്ല ആ നീർക്കോലിക്കുഞ്ഞിനെ. ഉമ്മ പ്രസവിക്കാത്ത ഒരു നീർക്കോലിക്കുഞ്ഞിനെ ഉമ്മ മുല കൊടുത്ത് എന്തിനു വളർത്തണം? പിന്നെ ഇതെന്തിനാടി? ഞാനെങ്ങനെ അറിയാനാണ്? ഇവിടെ ഇതെങ്ങനെ വന്നടി? ഞാനെങ്ങനെ അറിയും? ഉമ്മ പറഞ്ഞു. അവനായിരിക്കും. ഈ അവൻ എന്ന് പറഞ്ഞാൽ ഇവൻ തന്നെയാണ്. അവൻ എവിടെടി? അവിടെ എങ്ങാനും കാണും. അങ്ങനെയാണ് എടാ എന്നുള്ള അട്ടഹാസമുണ്ടായത്. ഞാൻ സന്നിധിയിൽ ചെന്നു. നീർനാഗം കിടന്ന് പുളയുന്നത് ഞാൻ ഞെട്ടലോടെ കണ്ടു. എന്താടാ ഇത്? ഞാൻ പറഞ്ഞു, നീർനാഗം. ബാപ്പ ചിരിച്ചു. കേട്ടോടി, പാവപ്പെട്ട നീർക്കോലി കുഞ്ഞ് നീർനാഗം. ഉമ്മ പറഞ്ഞു, പള്ളിക്കൂടത്തിൽ അങ്ങനെയായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ ഇത് ഞാൻ സ്കൂളിൽ നിന്ന് പഠിച്ചതല്ല. ഞങ്ങളുടെ നാട്ടിൽ ഒരു പാമ്പ് കളിക്കാരൻ വന്നു. തമിഴനാണ്. സാമാന്യം ഭേദപ്പെട്ട 2-3 മൂർഖൻ പാമ്പുകൾ ഉണ്ടായിരുന്നു. അതിനെ മേൽപ്പടിയാൻ ചന്തയിലെല്ലാം കൊണ്ടു നടന്ന് കളിപ്പിച്ചു. ഒരു 4 മണിയായപ്പോൾ അദ്ദേഹം വെളിമ്പറമ്പിൽ പാമ്പുകളുടെ കൊട്ട അരികിൽ വെച്ചിട്ട് ഉറങ്ങി. ഉണർന്നു നോക്കുമ്പോൾ പാമ്പുകളുമില്ല, കൊട്ടയുമില്ല. സ്ഥലത്തെ കള്ളന്മാരാരോ മോഷ്ടിച്ചു കളഞ്ഞു. പിന്നെ ആ പാമ്പുകളും കൊട്ടയും കിട്ടുന്നത് 4 ദിവസം കഴിഞ്ഞാണ്. ആ 4 ദിവസം പണിയൊന്നുമില്ലാതെ പട്ടിണി കിടക്കാൻ കഴിഞ്ഞതുകൊണ്ട് അദ്ദേഹം കുറേ പാമ്പുകളെ പിടിക്കാൻ ഉഗ്രൻ ശ്രമം നടത്തി. അനേക തരത്തിലുള്ള ഉഗ്രൻ പാമ്പുകളുള്ള സ്ഥലത്തുനിന്ന് അദ്ദേഹത്തിന് പിടിക്കാൻ കഴിഞ്ഞത് 4-5 നീർക്കോലികളെയാണ്. അദ്ദേഹം അതിനെയെല്ലാം കൊണ്ട് ചന്തയിൽ വന്നു. പാരുങ്കോ പാരുങ്കോ നീർനാഗം എന്ന് ഒച്ചയെടുക്കാൻ തുടങ്ങി. ആളുകൾ ചിരിച്ചു. അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നാണ് നീർനാഗം എനിക്ക് കിട്ടിയത്. തമിഴ്നാട്ടിനോടുള്ള കടപ്പാട് ഞാനിവിടെ തുറന്നു സമ്മതിച്ചു കൊള്ളട്ടെ. എന്നാൽ പാപ്പ ഇത് സമ്മതിക്കുമോ? എടാ, ബാപ്പ പറഞ്ഞു. ഇതെന്തിനാടാ നീ ഇവിടെ കൊണ്ടുവന്നു വെച്ചത്? ഞാൻ മിണ്ടിയില്ല. ബാപ്പ സാധാരണയായി എന്നെ അടിക്കാറുള്ള ചൂരൽ വടി കൊണ്ട് 1/4 ഡസൻ അടി എൻ്റെ തുടയിൽ വെച്ചു തന്നു. നല്ല 1-ാം നമ്പർ അടിയൊന്നുമല്ല, ഇടത്തരം. ബാപ്പ എന്നെക്കൊണ്ട് നീർനാഗത്തെ എടുപ്പിച്ച് തോട്ടിൻ്റെ അടുത്തു ചെന്നു. ഞാൻ ആ കുരുക്കൂരി അതിനെ മോചിപ്പിച്ചു. ബാപ്പ പറഞ്ഞു, അല്ലാഹുവിൻ്റെ സൃഷ്ടികളിൽ ഒന്നിനെയും കാരണം കൂടാതെ ദ്രോഹിക്കരുത്.